ഡിസംബർ 24 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധരായ താർസില്ലയും എമിലിയാനയും, ആദിമാതാപിതാക്കന്മാരായ വിശുദ്ധ ആദവും ഔവയും, വിശുദ്ധ അഡല, വിശുദ്ധ കരാനൂസ്, വിശുദ്ധ ഡെൽഫീനൂസ്. വിശുദ്ധരായ താർസില്ലയും എമിലിയാനയും. 6-ാം ശതാബ്ദത്തിലാണ് വിശുദ്ധരായ താർസില്ലയും എമിലിയാനയും ജീവിച്ചിരുന്നത്. മഹാനായ വിശുദ്ധ ഗ്രിഗറിയോസ് മാർപ്പാപ്പയുടെ പിതൃ സഹോദരിമാരാണ് താർസില്ലയും എമിലിയാനയും ഗോൾഡിയാനയും. ഇവർ 3 പേരും കന്യാത്വം നേർന്നിരുന്നു. അവർ സ്വഭവനത്തിൽ തന്നെ സന്യാസ ജീവിതമാണ് നയിച്ചിരുന്നത്. താർസില്ലയും എമിലിയാനയും ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് ഒരേ ദിവസം തവോ ജീവിതം ആരംഭിച്ചു. സുഹൃത അഭ്യാസനത്തിന് അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ഭൗതിക സുഖങ്ങളെ പരിത്യജിച്ചും ദൈവത്തോട് ഐക്യപ്പെട്ട് അവർ ജീവിച്ചു പോന്നു. എന്നാൽ ഗോർഡിയാന പിന്നീട് 2 ജ്യേഷ്ഠത്തിമാരോടൊപ്പം വ്രതമെടുത്തുവെങ്കിലും ക്രമേണ ഹൃദയത്തിൽ ലോകസുഖങ്ങൾക്ക് പ്രവേശനം നൽകുകയും വിവാഹ ജീവിതം നയിക്കുകയും ചെയ്തു. താർസില്ലയും എമിലിയാനയും അവസാനത്തോളം ഉറച്ചു നിന്നു. ഒരു ദിവസം താർസില്ലയ്ക്കൊരു ദർശനമുണ്ടായിരുന്നു. അതിൽ അവളുടെ അമ്മാവനായ വിശുദ്ധ ഫെലിക്സ് മാർപ്പാപ്പ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിശയകരമായ സൗന്ദര്യമുള്ളൊരു കൊട്ടാരം അവളെ കാണിച്ചു. അവളോട് പറഞ്ഞു, വരൂ, വെളിച്ചത്തിൻ്റെ ഈ വാസസ്ഥലത്തേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കും. അടുത്ത ദിവസം അവൾ പനി ബാധിച്ചു. അത് അതിവേഗം വഷളായി. അവളുടെ വേദനയിൽ അവളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ചുറ്റുമുള്ളവരോട് അവൾ നിലവിളിച്ചു, വഴിയുണ്ടാക്കൂ, യേശു വരുന്നു. ഈ വാക്കുകൾ പറഞ്ഞ ഉടനെ അവൾ ദർശനത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ ആത്മാവ് ജഡത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഈശോയിലേക്ക് പോയതായി അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുറിയിൽ നിറഞ്ഞു നിന്ന സുഗന്ധം കന്യകയ്ക്ക് മരിക്കുന്നതിന് മുൻപ് കണ്ട കാഴ്ചയെ സ്ഥിരീകരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ സഹോദരി എമിലിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഹോദരി, വരൂ, കർത്താവിൻ്റെ ജനനം ഞാൻ നിന്നോടൊപ്പം ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ഇനി എപ്പിഫാനിയുടെ ഉത്സവം ആഘോഷിക്കും. നിങ്ങൾ എന്നെ മാത്രം വിളിച്ചാൽ. എമിലിയാന മറുപടി പറഞ്ഞു, നമ്മുടെ സഹോദരി ഗോൾഡിയാനയുടെ അവസ്ഥ എന്താകും? വരൂ, താർസില്ല സങ്കടത്തോടെ മറുപടി പറഞ്ഞു. ലോക ജനതയ്ക്കൊപ്പം തുടരുവാൻ ഗോൾഡിയാന തീരുമാനിച്ചു. ആ ദർശനത്തിന് ശേഷം എമിലിയാന അസുഖം ബാധിച്ച് കിടപ്പിലായി. ജനുവരി 5-ാം തീയതി എമിലിയാനയും നിര്യാതയായി. വിശുദ്ധരായ താർസില്ലയെ എമിലിയാനയും, പിതാവായ ദൈവത്തോട് ഈ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ജനതകൾക്കും വേണ്ടിയും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.